ചെയ്യുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ഇനിയും അങ്ങയുടെ കാരുണ്യം ലഭിക്കേണ്ട മേഖലകൾ, രോഗസൗഖ്യത്തിന്റെ മേഖലകൾ, പഠന മുന്നേറ്റത്തിന്റെ മേഖലകൾ, ഒരു സ്ഥിരതയുടെ മേഖലകൾ, പാർപ്പിട സജ്ജീകരണങ്ങളുടെ മേഖലകൾ, പരീക്ഷാ വിജയത്തിന്റെ മേഖലകള്, വ്യവഹാരങ്ങള്, അതിന്റെ വിജയങ്ങള്, നീതി നടത്തിപ്പ്, ജീവനോപാധികള്, ജീവിത മാർഗങ്ങള്, വ്യവസായ മാർഗങ്ങള്, വ്യാപാര മാർഗങ്ങള്, ജോലി യാത്രകള്, എല്ലാത്തിന്റെ മേലും ആരാധനെ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ ആശീർവദിക്കണം. വിവാഹം ഒത്തുവരാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ വ്യവഹാരങ്ങൾ കഴിയുന്നവര്, കുടുംബ തകർച്ചയിലേക്ക് പോകാൻ പോകുന്നവര്, കുഞ്ഞുങ്ങൾ അനാഥമാകുന്നവര്, ആ കുടുംബങ്ങളോടെല്ലാം, ആ വിവാഹ്യ ബന്ധങ്ങളോടെല്ലാം ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവര്, ആ മേഖലകളിലെല്ലാം കർത്താവിന്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്വരത്തിൽ പാടുക. കാരുണ്യ സാഗരമേ, പരീക്ഷ എഴുതിയവര്, എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവര്, കണ്ണീരോടെ തന്നെ പരാജയത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതാൻ പോകുന്നവര്, അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, റിസൾട്ട് വന്നിട്ട് റീവാലുവേഷൻ വിട്ടിരിക്കുന്നവര്, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ, അക്കാഡമിക് പരീക്ഷകളെല്ലാം ജീവിത മുന്നേറ്റത്തിന് വേണ്ടിയും ജീവിതം ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ, മരവിച്ചു പോയ പോലെ അവസ്ഥകൾ, ഇനി പഠിക്കാൻ പണമില്ലാത്തവർ, ഇനി പരീക്ഷയ്ക്ക് പണമില്ലാത്തവർ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ, ശ്രദ്ധിക്കട്ടെ. ശ്വാസ തകർച്ച വന്നവർ, പ്രാർത്ഥന മരവിപ്പ് വന്നവർ, പ്രത്യാശ അറ്റുപോയവർ, ഉറ്റവർ മരിച്ചതുകൊണ്ട്, ഉടയവർ കൈവിട്ടു പോയതുകൊണ്ട്, ഉടയവർ ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നവർ, വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് പാഠം പഠിപ്പിക്കുമെന്ന് ശാസിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ, മാനസിക പീഡനം അനുഭവിക്കുന്നവരുടെ മേൽ കാരുണ്യം ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാനുഷികമായ അരൂപികാലാൽ ഭയങ്കരമായ വാശികളും വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആധ്യാത്മിക തേജസ് തുളുമ്പി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി മാറേണ്ടവരെ, പലതരത്തിലുള്ള വ്യാമോഹങ്ങളിലെ അഭിഷേകം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിച്ച് സഭയെ നവീകരിച്ച് വിശ്വാസികളെ ശക്തിപ്പെടുത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അഭിഷേകത്തിലെ ലോകം പ്രകാശം കാണാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഞാൻ വിളിച്ചപേക്ഷിച്ചു. 61-ാമത്തെ സങ്കീർത്തനമാണ് 2-ാമത്തെ വാക്യം. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ അതിർത്തി നിൽക്കണം നമ്മൾ. ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഇനി കൈ നീട്ടാൻ ഒരാളില്ല,
ഇനി കഴിക്കാനും ഒരു മരുന്നില്ല, ഇനി പോകാൻ ഒരു ആശുപത്രിയില്ല. ഇതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ പറയില്ലേ, ചെറിയ പറയത്തില്ലേ, അച്ഛാ എനിക്കിനി വയസ്സ് തീർന്ന, ഇനി എനിക്ക് PSC എഴുതാൻ പറ്റത്തില്ല, എൻ്റെ ലാസ്റ്റ്. അതാണ് ഭൂമിയുടെ അതിർത്തി. ഇനി പരീക്ഷ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വയസ്സ് കഴിഞ്ഞു എന്ന് പറയും. അതാണ് അതിർത്തി എന്ന് പറയുന്നത്, ഭൂമിയുടെ അതിർത്തി. ഇങ്ങനെ എല്ലാ സാധ്യതകൾ, അവസാനത്തെ സാധ്യതകൾ എന്തിനായാലും, ചില പറയും ഒരു ഇഞ്ചക്ഷനുണ്ട്, അതിന് നല്ല വിലയാണ്. അത് വാങ്ങിച്ച് അത് ഏറ്റാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നും ഭൂമിയുടെ മുകളിൽ മരുന്ന്. അതാണ് ഭൂമിയുടെ അതിർത്തി, ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ടാൽ ആ ഒരു വ്യക്തിയായിരിക്കും, അയാൾ യേശു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഭാഗോടമ്പടി തന്നെ എല്ലാവരും സന്ധിച്ച് സമാധാനപ്പെടുത്തി നിൽക്കുമ്പോൾ ഒരാൾ വട്ടം ചവിട്ടും. അതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ തീരുമാനിക്കേണ്ടത് ആ തിന്മയുടെ ഒരു ശക്തിയായിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ, അവസാനത്തെ വ്യക്തി, അവസാനത്തെ ശബ്ദം, അവസാനത്തെ സങ്കേതം, അതിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവസാന സാധ്യതകൾ പൊളിഞ്ഞു പോകുന്ന എല്ലാ സാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ അവസാനത്തെ ഒരു തരം ഒരു മെഡിക്കൽ സൊല്യൂഷനായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ മേഖലകളും മക്കളില്ലാത്തവരെ വയറ്റിൽ കൈ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിലെ സിസ്റ്റുള്ളവരെ അവിടെ എല്ലാം കൈകളെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. തൈറോയിഡുകാർ, ടോൺസൈറ്റുകാർ, സ്പോണ്ടിലോസിസുകാരെല്ലാം കഴുത്തിൽ കൈപൊത്തി പ്രാർത്ഥിക്കരുത്. നടുവിന് വേദനയുള്ളവർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. PCODക്കാരെ പൊക്കിളിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരരോഗികൾ ഊടിന് ഒപ്പം കൈവച്ച് പ്രാർത്ഥിക്കണം. ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ നെഞ്ചും കൊണ്ട് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹൃദയരോഗികൾ, ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസംബന്ധമായ ന്യൂറോ ട്രബിളുള്ളവർ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, 10,000-കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം ഏറ്റു പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുപ്രപോലെ വൈദ്യാഘാതപര ദൈവികമായ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ട് മരുന്ന് ലേപനമല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രാജ്യം വിട്ടു പോയിരിക്കുന്നവരെ, വീട് വിട്ടു പോയിരിക്കുന്നവരെ, നാട് വിട്ടു പോയിരിക്കുന്നവർ, ചിലപ്പോൾ പഠനകാര്യമാകാം, ചിലപ്പോൾ ജോലിക്കാര്യമാകാം, പല വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവർ, അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അവരെല്ലാം വന്നിരിക്കും മക്കളെ, എത്രയും വേഗം വന്നിരിക്കും. ഈ ആരാധനയിൽ കർത്താവ് പ്രവർത്തിക്കും. ഈശോയുടെ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടി. നിൻ്റെ മനസ്സും നിൻ്റെ മക്കൾ ചിലപ്പോൾ നിൻ്റെ സ്നേഹം വിട്ടുപോയി കാണാം. ഒരു സ്നേഹവും കാണിക്കണില്ലാത്ത മക്കൾ അവർ നിന്നെ വിട്ടു പോയിരിക്കുകയാണ്. അവരൊക്കെ തിരിച്ചു വരും. നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, നീ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്താണ്. ഇന്ന് അവർ പ്രത്യേക പ്രേമക്കുരുക്കിലും പ്രത്യേക ആന്തരികമായ അധമ ബന്ധങ്ങളിലൊക്കെ പെട്ട് അവർ കുരുങ്ങിയിരിക്കുകയാണ്. ആ കുരുക്കെല്ലാം അഴിച്ചുകൊണ്ട് അമ്മ അവരെ തിരിച്ചു കൊണ്ടുവരും. ശ്രദ്ധിക്കട്ടെ. 2 പ്രളയങ്ങൾ, 2 കൊറോണ, 2 വർഷത്തെ കൊറോണ,
ഇതെല്ലാം വന്ന് ജനങ്ങളുടെ സാമ്പത്തികമായി തകർന്ന് ബാങ്കിൻ്റെ പലിശ ഒരു വരുമാനം ഇല്ലാത്ത കാരണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പാർലമെൻറ്റ് തീരുമാനം പോലും ബാങ്കിന് അനുകൂലമാണ്. ഇനി നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല, ബാങ്കിന് നേരിട്ട് ജിപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾക്ക് ജനതങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആരാധന കണ്ണീരിടണത്. കർത്താവ് നിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കും, കർത്താവ് നിൻ്റെ കണ്ണീരിനെ ഏറ്റെടുക്കും എന്ന് ആഴമായ വിശ്വാസ ബോധ്യമുള്ളവരെ കൈവർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അങ്ങയുടെ അഭിഷേകത്തിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലെയും ഈശോയെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആഴ്ചയിൽ 3 സാക്ഷ്യങ്ങൾ ഏതാണ്ട് ഒരേ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന 3 സാക്ഷ്യങ്ങളുണ്ടായി. അത് 3 സാക്ഷ്യങ്ങളുടെ ഒരു നേച്ചർ പറയാം. സാക്ഷ്യങ്ങൾ ഈ ആഴ്ചയിൽ ഒത്തിരി ഉണ്ടായി. അതല്ല, ഞാൻ 3 സാക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ. ഏതാണ്ട് പെക്യുലറായിട്ടുള്ള ഒരേ നേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യമാണ്. ക്രിസ്റ്റി ജോസഫ് ചെറുപ്പക്കാരനാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യം അയാൾ പറയണത്, എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ആ സാക്ഷ്യമാണ് എന്നെ വളരെ സ്പർശിച്ചത്. എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അവിശ്വാസിയൊന്നുമല്ല, പക്ഷേ എനിക്ക് ദൈവമായിട്ട് പേഴ്സണൽ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വാസ നിഷേധിയൊന്നുമല്ല. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതാണ്, എനിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു അവയർനെസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ വന്നല്ല അദ്ദേഹം പറയണത്. ഉടമ്പടി എടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ വളരെ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണിത്. ക്രിസ്റ്റി ജോസഫ് ഒരു മിടുക്കനായ ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല വിദ്യാഭ്യാസത്തിൽ കുതിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു ഫ്ലോപ്പില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് 90% മാർക്ക് എല്ലാത്തിലും കൂടുതലുള്ള ആളാണ്. അപ്പോൾ അയാൾ IELTS പഠിപ്പിക്കുന്ന ആളാണ്. IELTS പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ താനിങ്ങനെ എല്ലാത്തിനും പോകുന്ന ആളാണ്. അയാൾ അത് കണ്ടൻ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആണ്. അതാണ് പ്രശ്നം. ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് മേ ബി എ ട്രാജഡി. നമ്മുടെ ഒരു ട്രാജഡി എന്ന് പറയണത് ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് തന്നെയാണ്. അതുതന്നെയാണ് ധനവാനെന്ന് പറയണത്. നമ്മൾ പറയുന്ന പണക്കാരനല്ല ധനവാൻ, ബൈബിളിലെ ധനവാൻ. ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ മാനസികമായി തോന്നുന്ന ആൾക്കാർ ധനവാന്മാരാണ്. അതിനാണ് പോയ് സ്പിരിറ്റ് മത്തായി ശ്ലീഹ പറയണത്, ആത്മന ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വെച്ചാൽ എനിക്കൊന്ന് വിരലും ഞൊടിക്കണമെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ കനിയണമെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് എനിക്കില്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. അതാണ് ആധ്യാത്മികതയുടെ ആദ്യ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്നാണ് റിജോയ്സ് ആൻഡ് ഹൗസ് ഇറ്റ് സ്വീറ്റ് വിത്ത് ദ ലോർഡ്. എന്ത് മധുരമുള്ളതാണ് കർത്താവെന്ന്. കർത്താവ് ബേസിക്കലായിട്ട് ദൈവത്തിൻ്റെ രുചി എന്താണ്? മധുരമാണ്. കവർപ്പല്ല, ചവർപ്പല്ല, കയ്പല്ല. The basic taste of Jesus is sweetness. The basic taste of Jesus is not bitterness. കയ്പല്ല, കവർപ്പല്ല, ചവർപ്പല്ല. ഇറ്റ് ഈസ് സ്വീറ്റ്നെസ്, മധുരമാണ്. ദാറ്റ് മീൻസ് ദൈവ പൈതലേ, നിൻ്റെ ജീവിതം ഇപ്പോഴ് ഉറ്റവർ മരിച്ചു പോയ ഒരവസ്ഥയാകാം, അല്ലെ കടങ്ങൾ വന്നിട്ട് ജപ്തി നടപടി വന്ന അവസ്ഥയാകാം. ഇപ്പം നിനക്കത് കയ്പായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കയ്പുകൾ മധുരത്തിലേക്കുള്ള ഒരു സാധ്യതയാണ്. ഈ കയ്പിനെ
ബേസിക്കായിട്ട് അവസാനം വന്ന് നിൽക്കണ എവിടെയായിരിക്കും? മധുരത്തിലായിരിക്കും. കാര്യം ബേസിക്കായിട്ട് കർത്താവ് മധുരമാണ്. ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഈസ് ദ ലോർഡ് എന്ന് വെച്ചാൽ എത്ര മധുരമുള്ളതാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് കവർപ്പായാലും ചവർപ്പായാലും കയ്പായാലും അതെല്ലാം ക്രമേണ അവസാനിക്കാൻ പോണത് മധുരത്തിലായിരിക്കും. അതായത് സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. ഇതിന് ചില ഇംഗ്ലീഷിൽ ആണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്, ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്. അതായത് കർത്താവ് എത്ര മധുരമുള്ളവനാണെന്ന് രുചിച്ചറിയുവിൻ. അതായത് നമ്മളെ കൃപാസനത്തിൻ്റെ അൾത്താറയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ, അതായത് നീ കവർപ്പോ ചവർപ്പോ കയ്പോ ഒക്കെയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ഒടുവിൽ വരാൻ പോകുന്നത് മധുരത്തിലേക്കാണ്. കാരണം ബേസിക്കായിട്ട് ദൈവം മധുരമാണ്. മനസ്സിലായില്ലേ? അത് ഉറ്റവരുടെ മരണമായാലും നിൻ്റെ ജപ്തി നടപടിയായാലും പരീക്ഷയുടെ തോൽവിയായാലും നിൻ്റെ ജോലി നഷ്ടമായാലും ജപ്തി നടപടിയായാലും കറങ്ങിത്തിരിഞ്ഞ് ഇത് തിരിച്ച് മധുരത്തിലേക്ക് വരാൻ സാധ്യതയെന്ന് പറയുന്നത് അമ്മയാണ് നിന്റെ ജീവിതം മധുരിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവ് തന്ന ഓൺലൈൻ വ്യാഖ്യാനമാണ്. എന്താണ്? ബേസിക്കായിട്ട് ദൈവം മധുരമുള്ളവനാണെന്ന് ഞാനും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുമ്പോഴാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ട് ആത്മാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഇപ്പോൾ കയ്പിലാണ് ജീവിക്കണം വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ചവർപ്പിലോ കവർപ്പിലോ ആണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ക്രമേണ വെയിറ്റ് ആൻഡ് സീ, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്യാൻ പറയും, അതായത് നീ കാത്തിരിക്കാൻ പറയും. കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ കാത്തിരിക്കുക, ദൈവസ്നേഹത്തിൽ കാത്തിരിക്കുക, പ്രത്യാശയിൽ കാത്തിരിക്കുക. 27 സങ്കീർത്തനം 14 തിരുവചനം വായിച്ചോളൂ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ഏറ്റു പറഞ്ഞ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം കാത്തിരിക്കുക എന്ന് വെച്ചാൽ വിശ്വാസികളോട് ദൈവം പറയുന്ന ഒരു നടപടിക്രമമാണ്. വെയിറ്റ് ചെയ്യാൻ പറയും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ബി സിംസൺ എന്ന് പറഞ്ഞൊരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയുള്ള പി സിംസൺ കളിക്കവിള പാറശാലപ്പുറത്താണ്, കന്യാകുമാരിയില്ല. അത് ഭയങ്കര രസത്തെ ഡോക്ടർ CSI ആണ്. ഡോക്ടറുടെ അമ്മ പണ്ട് അക്രൈസ്തവയായിരുന്നു, പിന്നീട് CSI ആയതാണ്. പക്ഷേ CSI ആയതാണെങ്കിലും ഡോക്ടറും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിലും ഡോക്ടറിൻ്റെ സാക്ഷ്യങ്ങൾ പറയണ കേൾക്കാൻ നല്ല രസമാണ്. രസമല്ലേ? അതായത് ഡോക്ടറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങർക്ക് ഓൾ ഇന്ത്യ MD എൻട്രൻസ് എഴുതിയിരിക്കുക. ഓൾ ഇന്ത്യ MDയുടെ MBBS കഴിഞ്ഞു, MDക്കുള്ള മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയുള്ള എൻട്രൻസ് കഴിഞ്ഞു. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര ഇൻ്റലിജൻ്റാണ്, നല്ല സ്കോർ ചെയ്യുന്ന ആളാണ്, നല്ല കോൺഫിഡൻസ് ഒക്കെ ഉള്ള ആളാണ്. അതിൻ്റെ പേരിൽ പേഴ്സണൽ കോൺഫിഡൻസ് ഉള്ള ആളാണ്. ദാറ്റ് മീൻസ് ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ മെരിറ്റുള്ള ആളാണെന്നാണ്. ഉടമ്പടി എപ്പോഴും നോക്കുന്നത്, ഉടമ്പടിനെ ഈ നമ്മുടെ കപ്പാസിറ്റിയും നോൺ കപ്പാസിറ്റിയും അളക്കുന്നത് 2 വാക്കിലാണ്, മെരിറ്റ് ആൻഡ് ഗ്രേസിലാണ് പറയണത് എപ്പോഴും. ദാറ്റ് മീൻസ് ബേസിക്കലി ഹീസ് എ മെറിറ്റോറിയസ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഒരു കോളേജിൽ കിട്ടി, MD അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത് പ്രൈവറ്റാണ്. പ്രൈവറ്റായപ്പോൾ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ പറഞ്ഞു, ബന്ധുക്കളൊക്കെ പറഞ്ഞ് പ്രൈവറ്റെങ്കിൽ പ്രൈവറ്റ്, കിട്ടിയതിന് പോകുന്നതല്ലേ ബുദ്ധി എന്ന് ചോദിക്കും. അപ്പോഴേ ഇവരുടെ ഈ ഡോക്ടറിൻ്റെ അമ്മ പറയും, നമ്മളെ അങ്ങനെയല്ല, നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ അമ്മ ഇതിനേക്കാൾ മെച്ചമായ കാര്യങ്ങൾ നമുക്ക് തരും. ആ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം ഭയങ്കര രസമാണ് പോകണത് കേൾക്കാൻ. ചില ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറിനും ഉണ്ട് ആഗ്രഹം,
കാര്യം പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും 1 കോടി 1.25 കോടി രൂപ വരും, ചിലവൊക്കെ വരും. അപ്പം നല്ല ബാങ്ക് പലിശയൊക്കെ വരും ശരിക്കും. പക്ഷേ എങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ, മുന്നോട്ട് പോകണമെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 40 വയസ്സുള്ളപ്പോഴൊക്കെ കടമൊക്കെ തീരത്തുള്ളൂ ചിലപ്പോഴേ. പക്ഷേ എങ്കിലും ഹയർ സ്റ്റഡി ചെയ്യാതിരിക്കാൻ അവിടെ പിടിച്ചു നിൽപ്പില്ല MBBSകാർക്ക്. പക്ഷേ എടുക്കുക. പക്ഷേ അമ്മ പറയും നോ, നമ്മൾ ഉടമ്പടി എടുത്തതാണ്, അമ്മ മാതാവ് നമുക്ക് തരും, അമ്മ മാതാവ് ഇതിനൊക്കെ ബെറ്റർ ഓപ്ഷൻ തരും. അതാണൊരു വിശ്വാസം എന്ന് പറയണത്. കാത്തിരിക്കാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് അപ്ഡേഷനാണത്. ഉടമ്പടി എടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഗുണനിലവാരമുള്ള ഒരു അപ്ഡേഷൻ സംഭവിക്കും. ചിലർക്കത് വല്ലാണ്ടങ്ങ് സംഭവിക്കും. ചിലർ ഇങ്ങനെ ഒരു മരക്കഴുത പോലെ എടുക്കണോ എടുക്കാത്തതൊക്കെ കണക്കാണെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ ചിലർക്ക് ക്ലെയിമുണ്ട്, അവർക്ക് ക്ലെയിം വെച്ച് കളിക്കാനറിയാം. അവരമ്മ പറഞ്ഞു നോ നോ നോ, നമ്മളെ പ്രൈവറ്റിൽ പോകേണ്ട കാര്യമല്ല, നമുക്ക് ക്ലെയിമുണ്ട്. നമ്മുടെ ക്ലെയിം എന്താ? ഉടമ്പടി എടുത്തിരിക്കണമെന്ന്. ഷീസ് നോട്ട് എ കാത്തലിക്, ഷീസ് CSI, റിട്ടേൺ ഫ്രം ദ ഹിന്ദു കമ്മ്യൂണിറ്റി. പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ, അവരുടെ നിക്ഷേപം എന്താണ്? നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണതാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ മെച്ചമായ ഓപ്ഷൻ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലേട്ട് കൊള്ളാത്ത രീതിയിൽ അമ്മ മാതാവ് നമുക്ക് ചെയ്തു തരും. ഉടമ്പടി അപ്പോൾ എന്തുമാത്രം ഗൗരവമായിട്ട് കാണുന്നു. ഒരു ഗവൺമെൻറ്റുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന പോലെ കോൺക്രീറ്റായിട്ട് ഉടമ്പടി കാണുന്നു, അല്ല ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാണുന്നത്. ഒക്കട്ടെ ഒക്കുമായിരിക്കും, ഒട്ടാൽ കൊള്ളാം, അങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കലല്ല. ഇത് ഒരു കോൺക്രീറ്റ്, ഒരു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയിട്ട് കോൺക്രീറ്റായിട്ട് കാണുകയാണ്. എന്നിട്ട് ഇവർ പറഞ്ഞ് നമുക്ക് ആരാധനയിൽ എന്ത് പറയണമെന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞ്. മനസ്സിലായില്ലേ? ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് എന്താ പറയണത്? ആരാധനയെ അവർ കാണുന്നത് ഒരു പ്രോഗ്രാമായിട്ടല്ല, ദൈവം സംസാരിക്കുന്ന, അവരുടെ ജീവിതത്തോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അത് തന്നെ ഈ കൃപാസനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ബൈബിളിൽ എന്തിനാണ് കൃപാസനം സ്ഥാപിക്കണത്? കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത് ദൈവം. നമ്മൾ 25 വായിക്കുമ്പോൾ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ, ആ ധ്യാനത്തിലാണ് വെയിറ്റ് എന്ന് പറയണത്. ആ ധ്യാനത്തിൽ അങ്ങനെ അറിയത്തില്ല, എനിക്കറിയത്തില്ല, എനിക്ക് കർത്താവ് തരണ അനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ തന്നെ വെയിറ്റ് എന്ന് പറയണത്, വെയിറ്റ്. അപ്പോൾ ഡോക്ടറിനോട് പറയും വെയിറ്റ് എന്ന് ഈശോ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾക്ക് പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പോകത്തില്ല, വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആരാധന എടുത്ത മെസ്സേജാണത്. അതാണ് ഈ വിഷയത്തെ എന്തുമാത്രം യാഥാർത്ഥ്യമായി പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട് ആൾക്കാർ അങ്ങനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലം എന്ന വചനത്തിലില്ലേ? അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇപ്പോൾ ദിവ്യകുർബാനയിൽ ഈശോ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്നു, അല്ലെങ്കിൽ തിരുവോസ്തി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ വിഷയമാണ്. പക്ഷേ ഈശോ ജീവനോടെ ദിവ്യകുർബാന എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുന്ന് ഈശോനെ കൊണ്ട് പോണത്. അല്ലാതെ തിരുവോസ്തി രൂപനാണ് ആനകൂന എന്നൊക്കെ പറഞ്ഞ് ഈ ബോധമില്ലാത്തവന്മാർ പാടത്തില്ലേ, അതൊന്നും അങ്ങനെയുള്ള പാട്ടുകാരൊന്നും കൊണ്ടുപോകത്തില്ല. അവർക്കറിയാം ദിസ് ഇസ് ജീസസ്, ദാറ്റ് ഈസ് ലോഡ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എഫിക്കസി ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ സഭയെ നോക്കി പാർക്കാനുള്ള അധികാരാവകാശങ്ങൾ കിട്ടിയത് പറഞ്ഞ ആൾക്കല്ലല്ലോ, ചെയ്ത ആൾക്കല്ലേ. അത് കേട്ട് വെള്ളത്തിലേക്ക് ചാടിയ പത്രോസിനല്ലേ. ഇതുപോലെ ഒരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയുള്ളൂ. വീട്ടിലിരുത്തുകാരെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അല്ലേ? ലാസറിൻ്റെ പെങ്ങൾ മറിയം വീട്ടിൽ തന്നെ ഇരുന്ന് മാർത്തായോട് ഈശോ പുനരുദ്ധാനത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു. അവ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അതായത് ചൊല്ലണവർക്കല്ല, ചെയ്യുന്നവർക്കാണ് ഉടമ്പടിയുടെ സാകല്യം ലഭിക്കുന്നത്. ഡോക്ടറും അമ്മയും വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ? ഗവൺമെൻറ് സീറ്റിൽ വരും.
അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആകും. പണച്ചുരുക്കം, കുറച്ച് ചിലവ് കുറഞ്ഞ് അവർക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അഡ്മിഷൻ മേടിച്ച് കയറി പോകുമ്പോഴേ വെയിറ്റ് ചെയ്യണത് ഒരു റിസ്ക്കാണ് ശരിക്ക്. അതാണ് വിശ്വാസത്തിൽ എടുക്കുന്ന റിസ്ക്കാണത് അവരെടുക്കുന്നത്. പക്ഷേ റിസ്ക് അധിക സമയം എടുക്കേണ്ടി വന്നില്ല. ഒരിക്കലുമില്ലാത്ത രീതിയിൽ മാതാവ് ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കും. ഇപ്പോൾ ബൈബിളിൽ പറയത്തില്ലേ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറയത്തില്ലേ. ഐസയ്യ 43:19, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. പറഞ്ഞേ, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വാഗ്ദാനമാണത്, പ്രോമിസാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഒരു നമ്മൾ ആശ്രയം വെക്കുന്ന ക്ലെയിമാണ്. എന്താണ്? 43:19 ഒന്ന് പറഞ്ഞു, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, ഇത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. രണ്ടും മനുഷ്യനെ ക്ലേശകരമായ കാര്യമാണ്. എന്താണ്? വിജന പ്രദേശത്ത് 10,000-കണക്കിന് ഏക്കർ സ്ഥലത്ത് ഒരു പാത വെട്ടുക ക്ലേശകരമാണ്. പിന്നെന്താണ്? മരുഭൂമിയിൽ നദികൾ. അപ്പോൾ ജീവിതത്തിൽ ഒട്ടും നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ദൈവം പുതിയ വഴികൾ, പുതിയ കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മളുടെ അവകാശമാണ്. എന്താ കാര്യം? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ആശ്രയം വെക്കണ എവിടെയാണ്? വാഗ്ദാനങ്ങളിലാണ്. ആ വാഗ്ദാനങ്ങളിൽ ഒന്നെന്താണ്? ഒരു പുതിയ കാര്യമാണ് അന്നുവരെ നടക്കാത്തൊരു കാര്യം ഡോക്ടർ ബി സിംസൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MDക്ക് കോൾ ഫോർ ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, പണ്ടങ്ങനെ ഇല്ലായിരുന്നോ? പണ്ട് നിയമം, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിയമം എന്ന് പറയണത് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ചവർക്ക് മാത്രമേ MDക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അതാണ് നിയമം. അതുകൊണ്ട് ഫ്രഷ് ഹാൻഡ്സ് എല്ലാം പുറത്ത് പോകും. പഴയ നിയമം അനുസരിച്ച് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്നാണ് ഈ നിയമം എടുത്ത് മാറിയത്. ഒരു പുതിയ കാര്യം എന്നെ കണ്ടില്ല. നിയമങ്ങൾ മാറ്റിക്കൊണ്ട് മരുഭൂമിയെ നീർച്ചാലായിട്ടും അതുപോലെ തന്നെ വിജനപ്രദേശത്ത് പുതിയ പാതയുമായിട്ടും പുതിയ കാര്യം എന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് ആരുടെ വാഗ്ദാനമാണ്? ഈ വാഗ്ദാനം ആരാ പ്രാപിക്കണത്? ഡോക്ടറിൻ്റെ മദറാണ്. എന്താ പറയണത്? കർത്താവ് ഇപ്പോൾ സംസാരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യും. അതായത് എന്താ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടറിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയണത്? അത് അവർ മുളയെടുക്കണത് അറിയുന്നുണ്ട്. ചോദ്യം കേട്ടില്ലേ? നമ്മൾ 43 എന്താ പറയുക 43:19 എന്താ പറയുക? ഐസയ്യ ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. അപ്പോൾ ഡോക്ടറിൻ്റെ അമ്മ അത് കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സെൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഉടമ്പടി എടുത്തിട്ടും ഓരോ കാര്യവും ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ നടക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോലും കർത്താവ് പറയത്തില്ലായിരുന്നു നിന്നോട്. മനസ്സിലായില്ലേ? ആകെ ഉടമ്പടിയാണ് അവരുടെ കാര്യം. കല്യാണം, മക്കളുണ്ടാകുന്ന കേസ്, വസ്തു വിൽപ്പന, വസ്തു വാങ്ങൽ. ഇപ്പം ചിലർ വന്ന് എന്നോട് ഈ കുറേ നാളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അച്ഛനുമായിട്ട്. അപ്പോൾ അവർ ആ അധികാരത്തിൽ ചോദിക്കും, ഉടമ്പടി എടുത്തിട്ടും കുറേ കഷ്ടപ്പെട്ടാണല്ലോ അച്ഛാ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പറയും, ഉടമ്പടി എടുത്തിട്ടും കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉടമ്പടി എടുക്കാതിരുന്നെങ്കിൽ കാര്യങ്ങളേ നടക്കത്തില്ല. പക്ഷേ വേറൊരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. കഷ്ടപ്പെടുമ്പോൾ ഓർക്കണേ, കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ആരാണ് കഷ്ടപ്പെടുന്നത്?
യു അല്ലേ, നിങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? മെരിറ്റ് എന്നല്ല എൻ്റെ അർത്ഥം. ഇത് മെരിറ്റിൽ നിന്ന് ഈ വിഷയം ഈശോ തെറിപ്പിച്ച് കളയുകയാണ്. നോട്ട് ബൈ മെരിറ്റിൽ നിന്ന് കർത്താവ് മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ കേസ് കണ്ട, വലിയൊരു മെഡിക്കൽ കോളേജിൽ കോൾ ഫോർ ചെയ്തു, പക്ഷേ 2 ദിവസമേ ഉള്ളൂ ആപ്ലിക്കേഷന്. ഇവരറിയണത് 2 ദിവസമാണ് ഉള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ടെൻഷനായില്ലേ? കണ്ട ടെൻഷൻ പിന്നെ അവർ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് ടെൻഷൻ ഇത് കൂടും കുറച്ച് കഴിയുമ്പോൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കല്യാണമായാലും സ്ഥലമെടുപ്പായാലും നിങ്ങളുടെ പരീക്ഷ ആയാലും ചിലത് നേരെ സോറി സെറ്റ് ടു ദി ടെൻഷൻ എന്ന് പറഞ്ഞ പോലെ ടെൻഷനിലേക്കാണ് സാധനം പോണത്. അതിൻ്റെ അർത്ഥം അപ്പം തന്നെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയണം. എന്താണ്? ഇത് മെറിറ്റിലല്ല നടക്കാൻ പോണത്, ഗ്രേസിലാണ്. മെറിറ്റിൽ ഇത് നടക്കുന്നത്, യോഗ്യതയിൽ നടക്കത്തില്ല. ഇത് കർത്താവ് പൂർണ്ണമായിട്ട് വിഷയം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളെ ടെൻഷൻ പിടിപ്പിക്കുന്നത്. കാര്യം മാനുഷ്യമായിട്ട് നിൻ്റെ ക്ലെയിം എല്ലാം കട്ട് ചെയ്ത് കളയും. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ സ്വാധീനം കൊണ്ടാണ്, റെക്കമെൻഡേഷൻ കൊണ്ടാണ്, ആനയാണ് കൂനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കർത്താവിനെ ഇത് മാറ്റത്തില്ലേ? പിശാസ് ഒരിക്കലും ദൈവം മഹത്വപ്പെടുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നോട് പറയും, ബന്ധുക്കൾ പറഞ്ഞിട്ടാണ്, ഗവൺമെൻറ് നിയമം മാറ്റിയിട്ടാണ് ആനയുടെ കൂനെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആ മഹത്വം എടുത്തിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് പിശാസിന് മഹത്വത്തിൻ്റെ കൈമാറ്റം. മഹത്വത്തിൻ്റെ കൈമാറ്റം എപ്പോഴും നമ്മൾ വിശ്വാസികൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് നോക്കേണ്ട ഒരു അപകട മേഖലയാണ്. ബെർമൂഡ ആധ്യാത്മിക ലോകത്തുള്ള ഒരു ബെർമൂഡ ട്രയാങ്കിളാണ്. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത് ദൈവത്തിന് കിട്ടേണ്ട മഹത്വം തന്ത്രപരമായിട്ട് പിശാച് അടിച്ചു മാറ്റുകയോ മനുഷ്യന് അധികാര സ്ഥാനങ്ങളിൽ ചാർത്തി കൊടുക്കുകയോ ചെയ്തിട്ട് നിന്നെ ദൈവത്തിൽ നകറ്റും. ഇതാണ് മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്തിരിപ്പൻ ആധ്യാത്മികതയാണ്. അതായത് മഹത്വത്തിൻ്റെ കൈമാറ്റം അത് ബൈബിളിലുണ്ട് അതിനെക്കുറിച്ച്. അതായത് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം അവർ കന്നുകാലികൾക്കും പറവകൾക്കും കൊടുത്തെന്ന് പൗൾ പറയുന്നില്ലേ നമ്മുടെ നടപടി പുസ്തകത്തിൽ, റോമാലേഖനത്തിൽ 1 അധ്യായം 23 തിരുവചനം. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞ അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. മഹത്വത്തിന്റെ കൈമാറ്റം എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സാത്താൻ അടിച്ചു മാറ്റിയിട്ട് അതിന് എതിർ ശക്തികൾക്ക് കൈമാറും. എന്നിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയും. ചിലപ്പോൾ നീ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും, ഓ പിന്നെ ഞാൻ കാനഡയിൽ പോയത്, ഇപ്പം നീ സാക്ഷിയൊക്കെ പറയും, ദൈവം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല, ഞാൻ അത്രയ്ക്ക് മോശം റിസൾട്ടായിരുന്നു. 6 മാസം കഴിയുമ്പോൾ നീ പറയും, ഓ എത്രയോ പേരാണ് എത്തിയത്, അതുപോലെ ഞാനും എത്തി. കണ്ട മഹത്വത്തിൻ്റെ കൈമാറ്റം തന്നെ കണ്ട. ഇതിൻ്റെ ഒരു പൊട്ടത്തരമെന്ന് പറയണത്, നീ ഇങ്ങനെ നാളെ മഹത്വം കൈമാറും, അയോഗ്യമായ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ നീ കൈമാറ്റുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അത് കാരണം പലപ്പോഴും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലാഗ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യനെ അനുദപിക്കേണ്ട ഒരു മേഖലയാണ് അത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്തെല്ലാം പ്രതികൂലമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നീയായിട്ട് എനിക്ക് നൽകിയ ഉയർച്ച എന്റെ മരണം വരെ ഞാൻ വേറെ ആർക്കും കൈമാറിക്കൊണ്ട് നിന്നെ അപമാനിക്കുകയോ നിന്റെ മഹത്വത്തിന് മങ്ങലേൽപ്പിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓർക്കുക, ഇത് നിങ്ങളുടെ മെറിറ്റിലല്ല നടക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് നടക്കാൻ പോകുന്നത്. ഇത് വിവേചിക്കാനുള്ള കഴിവുണ്ടാകണം ഉടമ്പടിക്കാർക്ക്. ഇപ്പം ഇവിടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസമേ ഉള്ളൂ. എവിടെ? വെല്ലൂർ
അഡ്മിഷൻ കൊടുക്കണേ ആപ്ലിക്കേഷൻ വെക്കാൻ 2 ദിവസമേ ഉള്ളൂ. ഡോക്ടർ ഇത് അറിയണേ എപ്പോഴാണെന്ന് അറിയാവോ? ശനിയാഴ്ച വൈകുന്നേരമാണ് അറിയണത്. അപ്പോൾ നോ ടൈം. ഞായറാഴ്ചയല്ലേ, പിന്നെ ഓഫല്ലേ, ജാതി സർട്ടിഫിക്കറ്റ് വേണം. ഡോക്ടർ മൈനോട്ടിലുള്ള ആളാണെന്ന് വലിയൊരിന് ജാതി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എപ്പോൾ കിട്ടും ജാതി സർട്ടിഫിക്കറ്റ്? തിങ്കളാഴ്ചയേ ഉള്ളൂ. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ, ഈ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ വില്ലേജ് ഓഫീസിൻ്റെ കത്ത് വാങ്ങിച്ച് തഹസിൽദാരിൽ കൊണ്ടേ കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ തീ പാർന്ന പോലുള്ളൊരു ഓട്ടമാണ്. ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആ ഓട്ടം എന്ന് പറയണതിലേ, ചിലപ്പോൾ വില്ലേജ് ഓഫീസറെ കാണത്തില്ല, ചിലപ്പോൾ ക്ലർക്ക് കാണത്തില്ല, ചിലപ്പോൾ പിയൂൺ കാണത്തില്ല, ചിലപ്പോൾ സിയിലുള്ള ആൾ പിയൂണല്ലേ, സിയും കാണത്തില്ല. തീർന്നില്ലേ? നിസ്സാരമല്ലല്ലോ ഈ വിഷയം. അപ്പോൾ ഇതെല്ലാം പ്രെയർ ചെയ്യാതെ ഇത് ആൾക്കാർ ഒന്നും അറസ്റ്റ് ചെയ്ത് അവിടെ പൊസിഷനിൽ വെക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇത് മുഴുവനും മെറിറ്റ് എന്ന് പോയി. പിന്നെന്താണ് ഇത്? ഈ വിഷയം കൺവേർട്ട് ചെയ്ത് ഗ്രേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രേസിലേക്ക് യോഗ്യത കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്നുള്ള ആ ഫോർമാറ്റ് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നീ ചൂട് പിടിക്കണത്. ചൂട് പിടിച്ച പക്ഷേ കർത്താവ് ഒരു പണി ചെയ്യും. ഇത് കാവലുണ്ടാവും. ദൈവം തന്നിട്ടുള്ളതാണെങ്കിൽ ഒരു തഹസിൽദാർ ഒരിടത്തും പോകത്തില്ല. നിൻ്റെ ടൈം ദൈവം സംരക്ഷിക്കും, നിൻ്റെ ജോലി ദൈവം സംരക്ഷിക്കും. കറക്റ്റ് 4:45 ജാതി സർട്ടിഫിക്കറ്റ് എടുത്ത് കൈ കൊടുക്കും. പിന്നെ ഉള്ളത് 15 മിനിറ്റാണ്. ഇനി നെറ്റില്ലെങ്കിൽ പ്രശ്നമാണ്. എൻ്റെ ഇടയ്ക്ക് നെറ്റും പോവില്ല ഈ കറക്റ്റ് ടൈമിന്. അപ്പോൾ അതിനുള്ളിൽ എന്തുമാത്രം ചക്രശ്വാസം വലിച്ച് കാണാം. ഈ ചക്രശ്വാസം വലിക്കണമല്ല പ്രശ്നം, അതൊക്കെ പ്രാർത്ഥന വലിയാക്കി ചേഞ്ച് ചെയ്യാൻ പഠിക്കണം. അതായത് അപ്പം നമ്മൾ അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ദൈവമേ നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയാണെന്ന്. അപ്പോൾ 4:55 ഡോക്ടറിന് തിരിച്ച് ഇമെയിൽ വരും. എന്താണ്? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടേക്കപ്പ് ചെയ്തെന്ന്. 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ കൈ ഇടിച്ച് കിടത്താൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇപ്പം പ്രസവമായാലും ശരി, ഓപ്പറേഷൻ ആയാലും ശരി, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് ആയാലും ശരി, അതുപോലെ നിങ്ങളുടെ PR ആയാലും ശരി, നിങ്ങളുടെ സ്ഥലം വിൽപ്പനയായാലും ശരി, വാങ്ങലായാലും ശരി, എവിടെയെങ്കിലും ടെൻഷൻ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ അത് മെറിറ്റല്ല, ഗ്രേസ് ആണെന്ന് തിരിച്ചറിയണം. എന്താണ് ഇത്? കർത്താവ് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവും സ്വാധീനം കൊണ്ടതിനേക്കുള്ളവരെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കാൻ പോകുമ്പോഴാണ് ഇതെല്ലാം ടെൻഷൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് വിവേചിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയത്തെ രസം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ. ഇപ്പോൾ ഡോക്ടറും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങേരും അതിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങേരും അതിൽ കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആ ഉടമ്പടിയിൽ. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആപ്ലിക്കേഷൻ കൊടുത്ത് കോൾഫോർ ചെയ്ത് അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മാതാവ് പുതിയ വാതിൽ തുറക്കും. പുതിയ വാതിലെന്താ തുറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വന്നപ്പോൾ കുറേ പേര് ആദ്യം കിട്ടിയ അനസ്തേഷ്യ സ്റ്റാർട്ടാണ്. ഇപ്പോൾ ഡോക്ടർ ഭയങ്കര വിഷമമാണ്. അനസ്തേഷ്യ പ്രൈവറ്റ് കോളേജിലും അത് തന്നെ കിട്ടിയത്. പിന്നെ ജനറൽ മെഡിസിൻ കിട്ടി. ജനറൽ മെഡിസിൻ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് പ്രോസസ്സിങ് ആണ്. എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ദൈവം അവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ ധരിക്കരുത്. ദൈവം നിങ്ങളെ കൊണ്ടുപോകുമായിരിക്കും. പിന്നെയും എന്താ അവസാനം പെർട്ടിക്കുലർ മെഡിസിൻ, ഡോക്ടർ വിശ്വസിച്ച ഒരു മെഡിസിൻ ഉണ്ട്, അതിലേക്ക് കൊണ്ടുപോകും. അതൊരിക്കലും ചിന്തിക്കാത്ത ഒരു റാങ്കിലാണുള്ളവർക്കാണ് അത് കിട്ടണത്. പക്ഷേ അതിലേക്ക് ഈ താഴെയുള്ള ആൾക്കാരെല്ലാം വേറെ വേറെ കോളേജിലിട്ട് പോകും. അപ്പോൾ സീറ്റെല്ലാം വേക്കൻ്റായിട്ട് വരും. ഡോക്ടർ അവസാനം പ്രവേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ മെഡിസിനിലേക്കാണ്. ദാറ്റ് മീൻസ് അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ഭയങ്കര റാങ്ക് കയറ്റമാണ്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കിന് കിട്ടുന്ന അവരുടെ മെറിറ്റിൽ കിട്ടുന്ന സംഭവമാണ് മാതാവ് ഗ്രേസിൽ കൊടുക്കുന്നത്. കൈ ഇട്ടിച്ച് കിടത്താൻ എന്ന് അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 20% പേര് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൈക്കോട്ടമി, ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ്, അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വല്ലാതെ അങ്ങ് ചിന്തിച്ചിട്ട് ഇത് നമുക്ക് കിട്ടാൻ പോണില്ല, ഇത് നമുക്ക് കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ട് ഇന്നാക്റ്റീവായി പോകും. പ്രാർത്ഥിക്കാതെ, അത് പ്രത്യാശ വെക്കാതെ കൂളായി പോകും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം
നിങ്ങൾ ഈ കേസ് കെട്ട് വിട്ടാലും ദൈവം കേസ് കെട്ട് വിടത്തില്ല. അത് മനസ്സിലാക്കാത്തവരാണ് മണ്ടന്മാർ. വിഡ്ഢി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന്. അങ്ങനെ ഒരു വചനമുണ്ട്. വിഡ്ഢി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന്. നമ്മൾ ദൈവം ഇല്ല എന്ന് പറയത്തില്ല. നമ്മളെന്താ ചെയ്യണത്? ഈ വിഷയത്തിൽ ദൈവം ഇല്ലെന്നാണ് പറയണത്. ഈ വിഷയത്തിൽ ദൈവമില്ല. ഇത് സ്വാഭാവികമായിട്ട് പ്രൊസീഡിങ്സിൽ പോവുകയാണ്. അതാണ് നമുക്ക് പറയുന്ന ഒരു അപകടം. ഈ വിഷയം ഇപ്പം തന്നെ ഒരു സാക്ഷി, ക്രിസ്തു ജോസഫിൻ്റെ സാക്ഷി എന്താ? ഇയാളൊരു നല്ല വെൽ ലേണഡ് സ്റ്റുഡൻ്റാണ്, ടീച്ചറുമാണ്, IELTS പഠിപ്പിക്കുന്ന കോച്ചറാണ്. പക്ഷേ എന്താ പറ്റുക, ഇയാൾ ഒരു കോൺഫിഡൻ്റ്, ചെറുപ്പത്വത്തിൻ്റെ ഒരു ആത്മവിശ്വാസമില്ലേ. അപ്പോൾ അതുകൊണ്ട് മിനിമം പ്രയറേ ഉള്ളൂ. ചെറുപ്പക്കാരുടെ ചെറിയൊരു പ്രോബ്ലം, അവർക്ക് ബുദ്ധിപരമായിട്ട് കണ്ടു നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് പറയും, ഇത് ദൈവം സഹായിക്കും, പക്ഷെ നമ്മൾ അധ്വാനിക്കണ്ടേ, നമ്മൾ കഷ്ടപ്പെടണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മസിലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കഷ്ടപ്പാട്, മെറിറ്റല്ല. അവരുടെ മെറിറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉടമ്പടിയുടെ ഭാഷ മെറിറ്റാണത്. നമ്മളുടെ ആരോഗ്യം, ബുദ്ധി, നമ്മുടെ സ്വാധീനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓവറായിട്ട് നമുക്ക് ഈ മെറിറ്റിന് ഓവർ പ്രാധാന്യം വന്നാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മക്കളെ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കഴിവ്, അതിന് നിങ്ങൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ അപ്പം നിങ്ങൾ മെറിറ്റിലാണ് ആശ്രയിക്കണമെന്ന് വന്നില്ലേ, അപ്പം ഗ്രേസ് വർക്ക് ചെയ്യത്തില്ല. ബൈബിള് നമ്മൾ ഉടമ്പടി വർക്ക് ചെയ്യണത് എന്ത് ഫോർമാറ്റിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ ഈ ക്രിസ്തു ജോസഫിന് സംഭവിക്കുന്നത് എന്താണ്? ക്രിസ്തു ജോസഫിന് എല്ലാം ഓക്കെയാണ്. ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, അവരെ കണ്ടറിയാൻ പറ്റുന്ന നല്ല മിടുക്കനായിട്ടാവുന്ന സാക്ഷ്യം പറയണത്. അതിനിടയ്ക്ക് സംഭവം ഉണ്ടായി. അവൻ്റെ മെറിറ്റ് പോയി. മെറിറ്റ് എന്താ പോയത്? അവൻ ഈ IELTS ഒക്കെ പഠിപ്പിച്ചിട്ട് കാനഡയ്ക്ക് ചാടാൻ വേണ്ടി നിന്ന പാർട്ടിയാണ്. പക്ഷേ പെട്ടെന്ന് മെറിറ്റ് പോയി. മെറിറ്റ് എന്താ പോയത്? ഇവൻ്റെ വണ്ടി പോയി വേറെ വണ്ടിയായിട്ട് ഇടിച്ച് കൈ ഒടിഞ്ഞു പോയി. മെറിറ്റ് പോയി. ഉടമ്പടിയുടെ ഭാഷ പറഞ്ഞാൽ മെറിറ്റ് പോയെന്നേ ഉള്ളൂ, അല്ല കൈ ഒടിഞ്ഞെന്ന് പറയത്തില്ല ഉടമ്പടി. മനസ്സിലായില്ലേ? ഇതിനെല്ലാം തർജ്ജിമകളുണ്ട്. ഉടമ്പടിയുടെ കവനൻ്റൽ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതായത് നമ്മളെ കൈ ഒടിഞ്ഞെന്നാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അനാട്ടമിക്കലായിട്ട് കൈ ഒടിഞ്ഞ്, ഫിസിക്കലായിട്ട് കൈ ഒടിഞ്ഞു. പക്ഷെ ഉടമ്പടി അങ്ങനെ പറയത്തില്ല. അവൻ്റെ മെറിറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇനി എന്ത് വർക്ക് ചെയ്യും? ഗ്രേസ് വർക്ക് ചെയ്യും. അതാണ് സംഭവം. മെറിറ്റ്. അപ്പം നിങ്ങളെന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മെറിറ്റ് പോയെന്നേ പറയാവൂ. മെറിറ്റ് പോയാൽ നമുക്ക് പ്രശ്നമില്ല. എന്താ കാര്യം? ഗ്രേസിൻ്റെ ചാനൽ കറക്റ്റല്ലേ? നമുക്ക് ഒരു ഇപ്പോൾ ഒരാൾ കല്യാണം നടത്താൻ നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ മകളുടെ കല്യാണം അടുത്ത മാസമാണ്. നമുക്ക് ഈ ആഴ്ച പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അറിയുന്നു അയാൾ ആശുപത്രിയിലായെന്ന്. അതിൻ്റെ അർത്ഥം നമ്മളത് ചതിച്ചെന്നോ അയാൾ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ പറഞ്ഞു അയ്യോ എൻ്റെ ഇല്ലല്ലോ, നിങ്ങൾ കിട്ടുന്നവിടേക്ക് ഇത് മേടിക്കാൻ പറയും. അപ്പോൾ നമുക്ക് അവിടെ ചവിട്ടിക്കീറാൻ തുടങ്ങും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യം എന്താണ്? അതിൻ്റെ അർത്ഥം അയാൾക്ക് കാശ് മകളെ കെട്ടിക്കാൻ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ പറയണ തരണില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഇല്ല, പലിശക്ക് വാങ്ങിച്ച് തരാമെന്നാണ് പറഞ്ഞത്. ഈ ഭയങ്കര പലിശക്ക് മേടിക്കണത് ഭാര്യ തന്നെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു എന്നാ മേടിക്കണമെന്ന് വിചാരിച്ച് അവരെവിടെയെങ്കിലും കാണട്ടാ, മകളെ കെട്ടിക്കണവർ കൈ കെട്ടിരിക്കുക, അവരെവിടെയെങ്കിലും കെട്ടി കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഊത്തലേ, കാശക്കടം മേടിച്ചാണെങ്കിൽ കൊടുക്കും നമുക്ക് എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ കിഡ്നി വിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഭാര്യ 5-8 ഡയലോഗ് വീട്ടിൽ പാസ്സാക്കിയപ്പോൾ തന്നെ പുള്ളി ഫ്ലാറ്റായി. പുള്ളി കൈമലത്തി കളഞ്ഞു. അയ്യോ മേടിച്ചങ്ങനെ തരാൻ പറ്റത്തില്ല കേട്ടാന്ന് പറയുമ്പോൾ ആരും മകളെ കെട്ടിക്കുക ഈയിടെ കാശ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് തോന്നി ഇയാളെ വെടിവെച്ച് കൊല്ലാൻ തോന്നും. പക്ഷേ ഉടമ്പടി ഭാഷ എന്താ പറയണത്? നിൻ്റെ മെറിറ്റ് പോയി, ഇനി എന്താണ് ചെയ്യാൻ പോണത്? ഗ്രേസ് വർക്ക് ചെയ്യാൻ പോകുന്നു. അല്ലാതെ അയാളുടെ വെടിവെച്ച് കൊല്ലാൻ അല്ല പോകേണ്ടത്. അതുകൊണ്ടാണ് നീ മുളയെടുക്കണത് അറിയുന്നില്ലേ. പുതിയ കാര്യം മുളയെടുക്കണത് അറിയേണ്ടതാണത്. പുതിയ കാര്യം ഇപ്പോൾ 43:19 ചോദിക്കണ ലൈസയ, പുതിയ കാര്യം മുളയെടുക്കണത് അറിയുന്നില്ലേ? എന്താ കാര്യം? മുളയെടുക്കണത് എന്താണ്? ഇയാളെ കാശ് തരാമെന്ന് പറഞ്ഞ് മകളെ കെട്ടിക്കാൻ നമുക്ക് കൊടുത്ത കാശാണ്. ഇപ്പോൾ അയാൾ കൈമലത്താണ്. പക്ഷേ അത് കൈമലത്ത് നീ ദൈവഭയത്തിലാണെങ്കിൽ ഉടനെ പരിശുദ്ധാത്മ പറയും വെയിറ്റ്, മെറിറ്റ് പോയല്ല ഇല്ലേ? മെറിറ്റ് പോയില്ലേ? ഇനി നീ നോക്കിക്കോ,
ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോർഡ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് നീ ഇനി അനുഭവിച്ചറിയും. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടമാക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുവേ, എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവാനുള്ള ആന്തരിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേ മെരിട്ട് പോയി കഴിഞ്ഞാൽ കൃപയുടെ ബൾബാണ് കത്താൻ പോണത്. അപ്പോൾ നീ എന്ത് ചെയ്യണം? കൃപയുടെ ബൾബ് കത്താൻ പറ്റിയ സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കിയെടുക്കണം. വിശുദ്ധീകരണം, ശക്തീകരണം, ബൈബിൾ വായന, ദാനധർമ്മം, ഉടമ്പടിയുടെ എല്ലാവിധ നടപടിക്രമങ്ങളെ ശക്തിപ്പെടുത്തണം. അല്ലാതെ അവനെ വെടിച്ചു കൊല്ലാൻ വേണ്ടി തോക്ക് മേടിക്കാൻ പോവുകയല്ല ചെയ്യേണ്ടത്. ഉടമ്പടി നടപടിക്രമങ്ങൾ കാര്യം അത് ചാനൽ ഔട്ട് ചെയ്യണം. ഒരു നാഷണൽ ഹൈവേ തന്നെ നീ വെട്ടണം കർത്താവുമായിട്ട്. അല്ല പഞ്ചായത്ത് റോഡ് പോരാ. കാര്യം ദൈവം മാത്രമേ സഞ്ചരിച്ചെത്തേണ്ട വഴികളാണിത്. ഈ ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യം ഭയങ്കര രസം വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൈ ഒടിഞ്ഞല്ലോ. കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ പറയണത്, എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയും വിദ്യാഭ്യാസവും കഴിവുമൊക്കെ ഉണ്ട്, എനിക്ക് നല്ല വിശ്വാസത്തോടും കോൺഫിഡൻസ് ഉള്ള കാരണം ദൈവം എനിക്ക് വേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം വിശ്വാസിയാണ്, അവിശ്വാസിയല്ല, പക്ഷെ ദൈവത്തെ അത്യാവശ്യം വേണ്ട ഒരാളായിട്ട് പേഴ്സണൽ റിലേഷൻ, അതാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിപരമായ റിലേഷൻ എനിക്കില്ല, എനിക്കങ്ങനെ ഒരു റിലേഷൻ വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അതാണ് സംഭവം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഒരു വ്യക്തിപരമായ റിലേഷൻ അല്ലാതെ ദൈവമായിട്ട് വേറെ റിലേഷൻ സാധ്യമല്ല. അതാണ് പ്രശ്നം. ദൈവമായിട്ടൊരു ജനറൽ റിലേഷൻ സാധ്യമല്ല. ട്രാൻസ്പോർട്ട് ബസ്, നമ്മുടെ ബസ്സെന്ന് പറയത്തില്ലേ, ഇതിൽ നമ്മൾ തന്നെ കല്ലെറിയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ജനറൽ റിലേഷൻ ദൈവമായിട്ട് സാധ്യമല്ല. ദൈവമായിട്ട് റിലേഷൻ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു റിലേഷൻ പേഴ്സണൽ റിലേഷനാണ്. അതാണ് നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ ബഹുമാന്യനാണ്, പ്രിയങ്കരനാണെന്നൊക്കെ പറയണത് പേഴ്സണൽ. ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പവർ. നിന്നെ ഞാൻ എൻ്റെ 45:15 ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇംഗ്ലീഷ് ബൈബിളെ കുറച്ചുകൂടി മനോഹരമാണ്. ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പവർ. എൻ്റെ ഉള്ളം കൈയിൽ കൊത്തിവെച്ചിരിക്കുന്നു. 43:15 ആൻഡ് കോൾ ഫോർ ദി. എപ്പോഴും ഞാൻ പറയും ദൈവത്തിൻ്റെ വിളി, ദർ ഇസ് ഓൺലി സിംഗിൾ ഒക്കേഷൻ. എന്താണത്? അതെന്താ പറയണത്? ദൈവത്തിൻ്റെ കോൾ ടു ഇൻറ്റിമസിയിലേക്കാണ്. ദൈവത്തിൻ്റെ ഓരോ വിളി, നിന്റെ ഞെരുക്കമാകാം, രോഗമാകാം, നിൻ്റെ ജോലി തടസ്സമാകാം, താമസമാകാം, പ്രാർത്ഥനയ്ക്കുള്ള അവസരമാകാം, ഗ്യാപ്പുകളെല്ലാം യു മസ്റ്റ് ഫിൽ വിത്ത് യുവർ പ്രയർ. എല്ലാ ഗ്യാപ്പുകളും യു മസ്റ്റ് പ്രൊക്ലെയിം യുവർ ഫെയ്ത്ത്. നിൻ്റെ എല്ലാ ഗ്യാപ്പുകളും, നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിള്ളലുകളും വീഴ്ചകളും എല്ലാം വിശ്വാസത്താൽ ഫില്ല് ചെയ്യേണ്ടതാണ്. കൈയിടിച്ച് കിടത്ത് ആസ്വദിക്കല്ലേ. 43:4 തളരല്ലേ നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാം നിന്നെ കേൾക്കാം നാഥനുണ്ടിവിടെ ആരാധിച്ചിടാം. 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നിലൂടെ നിന്റെ കൂടെ ഉണ്ട്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. ഒരു സാധനം അല്പം ലാഗ് ചെയ്ത, അല്പം ഗ്യാപ്പ് വന്നാൽ യു മസ്റ്റ് ഫിൽഡ് വിത്ത് പ്രൊക്ലൈം ദ ഫെയ്ത്ത്, യു മസ്റ്റ് ഫിൽഡ് വിത്ത് ദ പ്രേയർ. ആ സ്ഥലത്തെല്ലാം നീ പ്രാർത്ഥന കൊണ്ട് ഫില്ല് ചെയ്യണം. എന്താ കാരണം? നീ പറയണം, കർത്താവേ, നിൻ്റെ സമയം, നീ എനിക്ക് കൽപ്പിച്ച് നടക്കുന്ന സമയത്തെ ഞാൻ എൻ്റെ പ്രത്യാശ കൊണ്ട് വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ്, കർത്താവേ, നീ എനിക്ക് കൽപ്പിച്ചു നൽകുന്ന സമയത്തെ ഞാൻ എൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുന്നു. ദൈവപൈതലേ, എനിക്കും നിനക്കും
ദൈവത്തിനും ഇടയിൽ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താണ്? വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. നിൻ്റെ സാഹചര്യങ്ങളെ ദൈവത്തിന് വിശ്വാസം കൊണ്ട് ഏൽപ്പിക്കലാണ്. വിശുദ്ധി എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, പുണ്യം ചെയ്യുന്ന അവസ്ഥ മാത്രമല്ല, മറിച്ച് നിൻ്റെ സാഹചര്യങ്ങളുടെ, നിൻ്റെ ആശങ്കകളെ എല്ലാം ആത്മാഭിഷേകത്തിലെ ദൈവത്തിൻ്റെ നാമത്തിലെ അതിനു വേണ്ടി വിശ്വാസം പ്രഖ്യാപിച്ച് കാത്തിരിക്കുന്നതും നിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. കൈയിടിച്ച് കിടത്താൻ ജോസഫിൻ്റെത് ഒരു ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് പൂർണ്ണമായി ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കും വരെ ഈ ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്നെ സംഭവിച്ചിരിക്കുന്നത്, അവന് പ്രാർത്ഥന കുറഞ്ഞു. എന്താ കാര്യം? എൻ്റെ കൈ ഒടിഞ്ഞില്ലേ? കാനഡ സ്വപ്നം, കനേഡിയൻ സ്വപ്നമൊക്കെ പൊരിഞ്ഞു, കൈയൊക്കെ ഒടിഞ്ഞു. കൈ ഒടിഞ്ഞു. പിന്നീട് എന്താ പറ്റിയത്? കൈ ഉയർത്താൻ പറ്റിയില്ല. പിന്നീട് കൈ പഴുത്തു, അകത്ത് കിടന്ന് ഇരുമ്പ് റോഡ് പഴുത്തു. അപ്പം നീരായി കാല്. ചെറുപ്പക്കാരൻ ഡിസ്ഫിഗറായിപ്പോയി. നമ്മുടെ ലക്ഷണം നീര് കയറുമ്പോൾ ലക്ഷണം മാറത്തില്ലേ? അല്ലേ? അപ്പം മാറും. അപ്പം അതനുസരിച്ചിട്ട് അവൻ്റെ ഫെയ്ത്തും ഒക്കെ ഇങ്ങനെ ചീർക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഫെയ്ത്ത് ചീർക്കുമ്പോഴും ക്രിസ്തു ജോസഫ് ഒരു കാര്യം ചെയ്യും. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. ഒരു പിടി. അത് ഇപ്പം എന്നെ സംഭവിച്ചിരിക്കുന്നത് 1 by 1 ട്രാജഡിയാണ്. ഇങ്ങനെ ട്രാജഡി 1 by 1 ആയിട്ട് സംഭവിക്കുമ്പോഴും ഉടമ്പടി ധ്യാനം ഇവൻ കൂടിക്കൊണ്ടേയിരിക്കും. എന്താ കാര്യം? എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും കർത്താവ് എന്നെ ടോട്ടലായിട്ട് കൈവിടത്തില്ല. എപ്പോഴും കർത്താവ് എന്നെ ഏറ്റെടുക്കും. കാത്തിരിക്കുകയാണ്. അത് ഭയങ്കര സാക്ഷ്യമാണത്. പക്ഷേ ആൾക്കാർക്ക് ആ സാക്ഷ്യം മനസ്സിലേലും തോന്നുന്നത്. പക്ഷെ അത് ഭയങ്കര സാക്ഷ്യമാണ്. നമ്മുടെ സാധാരണ സാക്ഷ്യത്തെക്കാളത്തൊരു ക്വാളിറ്റീസുള്ള സാക്ഷ്യമാണ്. എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം ഇവൻ്റെ കൈ രണ്ടാമത് റീഓപ്പൺ ചെയ്യും. ഒടിഞ്ഞുപോയ കൈ, അകത്ത് ഇരുമ്പ് റോഡ് പൊട്ടിയില്ലേ, അത് റീഓപ്പൺ ചെയ്യും. റീഓപ്പൺ ചെയ്ത് വീണ്ടും അത് പൊറുക്കും. ഇപ്പോൾ 2 വർഷം വെറുതെ പോവുകയാണ്. 2 വർഷം വെറുതെ പോവുകയാണ്. എന്നിട്ട് ഈ 2 വർഷം, അടുത്ത് വരുന്ന 20 വർഷം നീ നിലത്ത് കിടന്നുരുണ്ടോ, അല്ലെങ്കിൽ മുൾക്കിടം വെച്ച് നടന്നോ, കുരിശ് പേര് വിശ്വാസം പ്രഖ്യാപിച്ചോ, അതല്ല പ്രശ്നം. ഈ ദൈവത്തെ നേരെ പിടുത്തം കിട്ടാത്ത ഈ 2 വർഷം നീ എന്ത് ചെയ്തു എന്ന പ്രശ്നം. അതാണ് നിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇതൊരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നാളെ ഈ ക്രിസ്തു ജോസഫ് ആരോഗ്യവാനായി വേണമെങ്കിൽ ഒത്തിരിയേറെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യും, ഒത്തിരിയേറെ സുവിശേഷ സാക്ഷി ജോലിയൊക്കെ ചെയ്യും. പക്ഷെ അതിന് മാർക്ക് കുറവായിരിക്കും ആരോഗ്യത്തിൽ ചെയ്യുമ്പോൾ. അനാരോഗ്യത്തിൽ ചെയ്യുമ്പോൾ 2 മാർക്കാണ് ആരോഗ്യത്തിൽ ചെയ്യണതിന് ഒരു ചോദ്യത്തിനുള്ളതെങ്കിൽ അനാരോഗ്യകാലത്ത് അതിന് 20 മാർക്കായിട്ടത് കൂടും. അതാണ് എൻ്റെ വിഷയം. ഇതൊരു ടെക്നിക്കലായിട്ടുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള അപ്രോച്ചാണ്. നിനക്കിത്തിരി വിഷമവും കണ്ണീരും. ഞാൻ ചോദിക്കും, നീ എന്താ, എൻ്റെ ഇടവകയിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് നേരിട്ടറിയാമല്ലോ. അപ്പം ഞാൻ ചിലവളോടൊക്കെ ചോദിക്കും, എന്താടി പള്ളി വരണില്ലേ ഇത്? അപ്പോൾ ചിരിക്കും. അപ്പോൾ അമ്മ പറയാം, അവൾക്ക് പാടില്ലാതെ കിടക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ ഇപ്പോൾ ഈ കാലത്തൊക്കെ പാടില്ല വന്നു കഴിഞ്ഞാൽ പലരും കിടക്കുക. അപ്പോൾ ഞാൻ എൻ്റെ രീതി ഞാനും പറയും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ പിരിച്ച് വന്ന് നടുവേനായിട്ട് കിടക്കണമെന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിരങ്ങിയാണെങ്കിൽ ആ സമയത്ത് പള്ളിയിൽ പോകണം. എന്താ കാര്യം എന്നറിയാവാ? അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ക്വസ്റ്റ്യൻ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത്. നാളെ നീ ഓക്കെ ആകും, നീ നല്ല ആരോഗ്യവതിയാകും, ആരോഗ്യവാനാകും. പക്ഷെ അതിന് നീ അപ്പം ദേവാലയത്തിൽ പോകുമ്പോൾ 2 മാർക്കാണ് കിട്ടുന്നത്. കാര്യം യു ആർ ഹെൽത്തി. എന്നൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലല്ലോ. ഇപ്പം നിനക്ക് മൂട് കുഴപ്പം, നടുവ് കുഴപ്പം, ഭക്ഷണം കഴിക്കണം, ഒക്കാനും വേണ്ടി ഛർദ്ദിക്കണമെന്നൊക്കെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണില്ല. പക്ഷെ അപ്പം നീ പോകുമ്പോൾ അതിന് 20 മാർക്കാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോബ്ലമാണ് എപ്പോഴും. ഇങ്ങനെ ഓരോരോ കാലത്ത് നമുക്ക് കുറച്ച് ക്ലെയിം ഉണ്ടാക്കി വെക്കണം. അത് കപ്പാസിറ്റി ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ മോശം കാലം വരുമ്പോൾ ഈ കപ്പാസിറ്റിയിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു പിടിപാടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാകത്തില്ല. ക്രിസ് ജോസഫ് വീണ്ടും സുഖപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അവൻ്റെ കൈ സ്വാധീനം പോയി, കൈ പൊക്കാൻ പറ്റണില്ല. അവ പറഞ്ഞു, ഈശോ, ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലത്തെല്ലാം എനിക്ക് അത്യം വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടി ഞാൻ വിശ്വാസം കളഞ്ഞില്ലല്ലോ ഈശോ. അപ്പം എനിക്ക് ജോലി എനിക്ക് കിട്ടണ്ടേ,
എന്നെ സഹായിക്കണ്ടേ, എൻ്റെ കൈ ഇങ്ങനെ തളർന്നു പോയ കാര്യത്തിൽ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സൊക്കെ പിടിക്കണ സമയത്ത് കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. കൈ വിട്ട തകയെന്ന് അടിച്ച് താഴെ പോകും കൈ. അങ്ങനൊരു അവസ്ഥയിൽ കൈയായിപ്പോയി. അപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. ഒരു യുവാവ് പോകുന്ന ഒരു വഴി കണ്ടില്ലേ, പക്ഷേ എന്നാലും ഇവൻ പിടിവിടുന്നതില്ല. എന്നാലും ഇവൻ വിശ്വാസത്തിന് പിടിവിടാതെ നിൽക്കണുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ അങ്കിൾ വരുമ്പോൾ പറഞ്ഞ്, ക്രിസ്റ്റി എന്തായി, നിൻ്റെ ജീവിതം കുലച്ചല്ലേ, എൻ്റെ കൈയൊക്കെ പോയല്ലേ? ആ അങ്കിളെ കൈ പൊക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കിയപ്പോൾ പൊങ്ങി നിൽക്കണം. അതാ രസം. അങ്കിളെ കൈ പൊക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞു നോക്കിയപ്പോഴേ അത് ഫുള്ളായിട്ട് പടുത പോയി പൊങ്ങി നിൽക്കണം. ഹീസ് ഹീൽഡ് ടോട്ടലി. കൈ ഇടിച്ച് കർത്താവിനെ ഇത് രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്തിട്ടോ അവൻ്റെ കൈയുടെ സ്വാധീനം പോയല്ലോ. അതെന്താ സംഭവിച്ചാൽ എന്നിട്ട് കർത്താവ് മനഃപൂർവ്വം ഇവന് സ്വാധീനം വെച്ച് കൊടുത്തതാണ്, ഇവൻ നനച്ചറിയാത്ത സമയത്ത്. ഇതാണ് മെറിറ്റല്ല, ഗ്രേസാണിത്. നോട്ട് ബൈ മെറിറ്റ്. വൈദ്യശാസ്ത്രപരമായിട്ട് മെറിറ്റില്ല. കൈക്ക് രണ്ടാം റോഡിട്ടപ്പോൾ സ്വാധീനം പോയി. പക്ഷെ പിന്നെ എന്താ വർക്ക് ചെയ്തിരിക്കണത്, ഇവൻ എന്നിട്ടും വിശ്വാസത്തിന് പിടിവിടാതെ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഈ കാലത്ത് ഏറ്റവും നല്ല ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളൊന്നാണത്. കാര്യം എന്താണ്, വേദനയുടെ കാലത്തും വിശ്വാസത്തിൽ പിടിവിടാതെ നിൽക്കുന്നത്. ഇത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മൾ അവിശ്വസ്തരായാൽ പോലും ദൈവം വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് നിൻ്റെ ഉടമ്പടിയിൽ എപ്പോഴായാലും നിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരിക്കും. പക്ഷേ അച്ഛൻ്റെ അഭിപ്രായം നിങ്ങളായിട്ട് പിടിവിടരുത്. ഇത്തിരി മോശമൊക്കെ സംഭവിച്ചാലും കാര്യം ദൈവം മെറിറ്ററിൽ നിന്ന് മാറ്റണതാണെന്ന്. മെറിറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിൻ്റെത് മാത്രമാക്കി ഗ്രേസിലേക്ക് വരികയാണ്. അതെന്താ അങ്ങനെ പറയണമെന്നറിയാവോ? ഒരു രസകരമായ സംഭവം ബൈബിളിലുണ്ട്. അതായത് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷമാണ് 21-ാം അധ്യായം 7 തൊട്ട് വായിച്ച മോനെ. യോഹന്നാൻ 21:7. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്തു ധരിച്ചുകൊണ്ട് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയം വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അടുത്തത്, അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ദിസ് ഈസ് അവർ പോയിന്റ്. അത് എത്രാം വചനമാണ്? 9. 21:9. കരക്കിറങ്ങിയപ്പോൾ ഇവരെ കണ്ട കാഴ്ച എന്താണ്? മീൻ കനല് കൂട്ടിയിരിക്കണതും അതുമേലൊരു എന്താ വെച്ചാലോ മീൻ വെച്ചിരിക്കുന്നതും മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈശോ ഒരു വാക്ക് പറയാം അവരോട്. എന്താ പറയണത്? യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഇവിടെ 2 തരം മത്സ്യങ്ങളുണ്ട് ഇല്ലേ? ഒന്ന് ഇവർ പിടിക്കാത്ത മത്സ്യമാണ്, ഒന്ന് അവരിപ്പോൾ പിടിച്ച മത്സ്യം. മനസ്സിലായില്ലേ? ഇതെപ്പോഴും നമ്മൾ ഈ സൂത്രപ്പണി എപ്പോഴും നമ്മൾ ബുദ്ധിപൂർവ്വം സമീപിക്കേണ്ടതാണ്. അതായത് ഇവർ ആദ്യത്തെ ഇവിടെ സിറ്റുവേഷൻ എന്താണ്? വെളുപ്പാൻ കാലത്ത് കർത്താവ് വന്ന് നിൽക്കും. എന്തായാലും അപ്പോൾ കർത്താവാണെന്ന് മനസ്സിലാകണ മുമ്പ് കർത്താവ് പറയും, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും, വല്ല രക്ഷയുണ്ടോ, ജോലി കിട്ടിയോ എന്ന് ചോദിക്കും, കല്യാണം കഴിഞ്ഞോ, കുഞ്ഞുങ്ങളായോ. അതാണ് ചോദ്യം. ദൈവം നിന്നോട് ചോദിക്കേണ്ട ചോദ്യമാണത്. ഒരു ചോദ്യം, നിനക്ക് വീട് വെച്ചോ? നിങ്ങളെന്നെ ചിലർ എന്നോട് പറയാം, ഇതെന്താ ഉടമ്പടി എപ്പോഴും മനുഷ്യൻ്റെ
മനുഷ്യൻ്റെ ഈ വീട് കൂടും കല്യാണമൊക്കെ IELTS OIT ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. പക്ഷേ എന്താ അത്? ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണത്. എന്താണ്? ആ വെളുപ്പാങ്കാലത്തെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റൻ്റെ ആ വെളുപ്പാങ്കാലത്ത് അരൻ്റെ വെളിച്ചത്തിൽ വന്ന് ദൈവം ചോദിക്കണ ചോദ്യം നിങ്ങൾ കാറ്റക്കിസം പഠിച്ചോ എന്നല്ലല്ലോ ചോദിക്കണത്. സൺഡേ സ്കൂളിൽ പോയെന്നാണോ ചോദിക്കണത്? അല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ചോദിക്കേണ്ട വ്യത്യാസമുണ്ട്. എന്താ ചോദിക്കണത്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്നാ ചോദിക്കണത്. ആ ചോദ്യം ആരാണ് ചോദിക്കണത്? നിൻ്റെ ദൈവം, നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തുന്നതിൻ്റെ ദൈവം, നിൻ്റെ ഇല്ലായ്മയുടെ, നിൻ്റെ അധ്വാനത്തിൻ്റെ എല്ലാ തകർച്ചകളിലും നിൻ്റെ കണ്ണീരിൻ്റെ തീരത്തിലേക്ക് വന്ന കർത്താവ് നിന്നോട് ചോദിക്കുന്നതാണ്. എന്താണ്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? മകളെ ജോലി കിട്ടിയോ? മകളെ കല്യാണം നടന്നോ? മകനെ നിൻ്റെ രോഗം മാറിയോ? മകനെ വീട് വെച്ചോ? നിങ്ങളുടെ സ്ഥലം വാങ്ങിച്ചോ? അതെല്ലാം കർത്താവ് ചോദിക്കേണ്ട ചോദ്യമാണ്. നിൻ്റെ ജീവിത അവസ്ഥകളെക്കുറിച്ച് നീ തുഴഞ്ഞ് തീരത്തെത്തിയില്ലെങ്കിൽ, നീ ഒന്നും നേടിയില്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് നിൻ്റെ കണ്ണീരിൻ്റെ തീരത്തിലേക്ക് ദൈവം വരണത്. ഈ ദൈവത്തെയാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരണത്. നിനക്ക് 45 വയസ്സായാലും കല്യാണം കഴിച്ചില്ലെങ്കിൽ കർത്താവ് നിന്നോട് ചോദിക്കുക, മോളെ കല്യാണം കഴിച്ചില്ലല്ലേ എന്ന് ചോദിക്കുക. ഇല്ല കർത്താവ് എന്ന് ചോദിക്കണം, പറയണം. അപ്പം നിനക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു ജീവിതം വേണമെന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈഫ്. നിൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിനക്ക് ആശങ്ക വേണ്ട. കാര്യം എന്താണ്? അത് കർത്താവിൻ്റെ കരുതലായിട്ട് നിൻ്റെ ജീവിതത്തിലെ ദാനമായിട്ട് ദൈവം കാത്തു വെച്ചിരിക്കുന്ന നിധിയാണ്. കൈയിടിച്ച് കർത്താവ് സബ്ജക്റ്റ് മെഡിറ്റേഷൻ. എന്താ നമ്മുടെ ധ്യാന വിഷയം? നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളെ കുറച്ച് കൊണ്ടുവരുവേൻ. എത്ര മത്സ്യങ്ങളുണ്ടെന്ന് അറിയാവോ? അവരടുത്ത വചനമുണ്ട് 11. വായിച്ചേ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അതായത് അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഈ 153 മത്സ്യങ്ങൾ എങ്ങനെ ഉണ്ടായതാണ്? കർത്താവിൻ്റെ ഗൈഡ് ലൈൻസിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മെറിറ്റിൻ്റെ ഭാഗമാണ്, അല്ലേ? അവർ പഠിച്ച്, ഇപ്പം നിങ്ങൾ IELTS പഠിക്കണ പോലെ അല്ലെങ്കിൽ നിങ്ങൾ PSCക്ക് പഠിക്കണ പോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ, ക്രിസ്റ്റി ജോസഫ് എന്താ പറഞ്ഞത്? ഞാൻ ബുദ്ധിമുട്ടി, ഞാൻ പഠിച്ചു, അപ്പോൾ എനിക്ക് ദൈവത്തെ ഒരു ആവശ്യമായിട്ട് തോന്നിയില്ലെന്നല്ലേ പറയണത്. സാക്ഷ്യത്തിലുണ്ട്. ദാറ്റ് മീൻസ് ക്രിസ്റ്റി ജോസഫ് എന്താണ് സ്റ്റേറ്റ് ചെയ്യണത്? എനിക്ക് മെറിറ്റുണ്ട്, ഗ്രേസ് എനിക്ക് ആവശ്യമായിട്ട് തോന്നിയില്ലെന്നാണ് അയാൾ പറയണത്. മണ്ടത്തരങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഗ്രേസ് ആവശ്യമുണ്ട്. അല്ല പിന്നെ എന്തിനാണ് ഈ മീൻ ഒരെണ്ണം ചുട്ടു വെച്ചുകൊണ്ട് അവിടെ ഇരിക്കണത്? 2 മീൻ ചുട്ടു വെച്ചുകൊണ്ടിരിക്കണത് എന്തിനാണ്? ഇവർ പിടിച്ചതാണോ അത്? ഇവർ പിടിച്ചതാണോ? ഇവർ അധ്വാനിച്ചതാണോ അത്? അവനത് അവർക്ക് വേണ്ടി വെച്ച കരുതലാണ്. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. കൈയിടിച്ച് കർത്താൻ. നീ കണ്ണീരോടെ ഒരു കാര്യം തിരിച്ചറിയണം. എന്താ കാര്യം? നീ അധ്വാനത്തിൽ പാളിപ്പോയാലും, നിൻ്റെ മകൻ ഓട്ടിസമായാലും. എന്നോടൊരു അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ അതിന് ഓട്ടിസമാണ്, എൻ്റെ ഇടവക്കാരനാണ്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞ, അമ്മ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് എല്ലാ കാര്യമൊക്കെ ഒരു വികാര നിലയിൽ എല്ലാം ഷെയർ ചെയ്യും. പള്ളിയിൽ ഒക്കെ ഇരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം പോലെ അല്ലേ ഇടവക വികാരിയും
ഇടവക ജീവിതം തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞത്. കാര്യം എനിക്ക് നിങ്ങളെ കാണാൻ ഒത്തിരി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള കാരണം എല്ലാവരുമായിട്ട് പേഴ്സണൽ ബന്ധമില്ല. ഞാൻ പിന്നെ നിങ്ങളെ കണ്ണുനീരിൻ്റെ സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ബന്ധമാണുള്ളത്. അപ്പോൾ ഇടവകയിൽ പേഴ്സണൽ ബന്ധമാണ്. അപ്പോൾ അവരെന്ത് കാര്യം ഉണ്ടെങ്കിലും നല്ലതായാലും ചീത്തയായാലും മോശമായാലും വിഷമായാലും എല്ലാം പറയും. അപ്പോൾ എന്നോടൊരു കാര്യം ചോദിച്ചേ, അച്ഛാ എൻ്റെ കാലം കഴിയുമ്പോൾ ഇവൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എൻ്റെ കാര്യം കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ചേച്ചി വിശ്വാസം ഉണ്ടല്ലോ, ചേച്ചിയുടെ കാലവും ചേട്ടൻ്റെ കാലവും കഴിയുമ്പോൾ കർത്താവിൻ്റെ കാലം ഉണ്ടല്ലോ. എന്താ കാര്യം? കർത്താവിൻ്റെ കാലമില്ലേ? നമ്മൾ അമ്മ വിശ്വസിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിക്രമം ഉണ്ടാവും. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 153 മത്സ്യം അവർ പിടിച്ചില്ലെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമോ? ടെൽമി, എന്നോട് പറയും നിങ്ങൾ. 153 മത്സ്യങ്ങൾ അവർ അധ്വാനിച്ച് പിടിച്ചില്ലെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമോ? ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. എന്താ കാര്യം? നിങ്ങൾ അധ്വാനിക്കാത്ത ഓഹരിയിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിച്ചു. കാര്യമെന്താണ്? കർത്താവിൻ്റെ വചനം നീ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താ സത്യം? നിനക്ക് വലയില്ലെങ്കിലും വള്ളമില്ലെങ്കിലും മീൻ നിറഞ്ഞ നിൻ്റെ കടൽ വറ്റിപ്പോയാലും ഇതൊന്നുമില്ലാതെ നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റുമായി ചുട്ട് വേവിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാറ്റ് ഈസ് അവർ ഗ്രേസ്. ആ ഗ്രേസ് നമ്മൾ അധ്വാനിച്ച് നേടിയതല്ല, അതവൻ്റെ സ്വയം ദാനമാണ്. കൈയിടിച്ച് കർത്താവ് കൃപ അധ്വാനിച്ച് നേടിയതല്ല. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മെരിറ്റ്, യോഗ്യത ഏതെങ്കിലും സമയത്ത് നിൻ്റെ കയ്യിൽ നിന്ന് യോഗ്യത പോയെന്ന് വിചാരിച്ചോ? ഇപ്പം നിനക്ക് വയസ്സായി, നിൻ്റെ മുടിയൊക്കെ നരച്ചു, ഇനിയിപ്പോൾ ഏത് ചെറുക്കൻ എന്നെ വന്ന് കാണാനാണ്? മെരിറ്റ് പോയെന്നേറുള്ളത്. എൻ്റെ മുടി നരിച്ച കൊണ്ട് ചെറുക്കന്മാർ വന്ന് കാണത്തില്ലെന്ന് നീ പറയരുത്, കെട്ടത്തില്ലെന്നും പറയരുത്. നിൻ്റെ പീരീഡ്സ് എല്ലാം കഴിഞ്ഞതാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി കൊച്ചുണ്ടാകത്തില്ലെന്ന്. മെരിറ്റ് പോയതേ ഉള്ളൂ, മെരിറ്റ് പോയതേ ഉള്ളൂ. കടലില്ലെങ്കിലും വള്ളവും വരെയും സ്വന്തമായിട്ടില്ലെങ്കിലും കർത്താവ് നിന്നെ തീറ്റിപ്പോറ്റാൻ വിചാരിച്ചാൽ അത് നടന്നിരിക്കും. കൈയിടിച്ച് കർത്താവ് കർത്താവ് നൂലെക്കെട്ടി വീടും സ്ഥലം ഇറക്കുമെന്നല്ല. യു വിൽ ബി എൻഗേജ്ഡ്. നിങ്ങൾക്ക് അതിൻ്റെ കൃപ തന്നിരിക്കുമെന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. കൃപയുടെ വാതില് ഒരിക്കലും ദൈവം അടക്കത്തില്ല. അതാണ് ബൈബിൾ പറയുന്നത്, ഞാൻ തുറന്ന വാതില് അടക്കത്തില്ലെന്ന്. ആർക്കും അടക്കാൻ പറ്റത്തില്ല, അത് ദൈവമല്ലേ തുറക്കണത്. കൃപയുടെ വാതിലിൻ്റെ ഗുണവതാണ്. കൃപയുടെ വാതില് നിങ്ങളെ ഉടമ്പടി എടുക്കുമ്പോൾ കൃപയ്ക്ക് അവകാശികളായി മാറുകയും അത് മെരിറ്റായിട്ട് മാറുകയും. ദാറ്റ് മീൻസ് അതായത് മെരിറ്റ് മാറിയിട്ട് കൃപ തന്നെ നിങ്ങളുടെ മെരിറ്റായിട്ട് മാറും. ഇത് നിങ്ങൾ അപ്പോഴപ്പോഴുള്ള വിഷയങ്ങളെ വിശ്വാസപൂർവ്വം സമീപിച്ച് പ്രത്യാശയോടെ മുന്നേറുമ്പോഴാണ് ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ അവകാശമാകണത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അതാത് സമയത്തെ കാലാവസ്ഥ നിറഭേദങ്ങള് അനുസരിച്ചുകൊണ്ട് സങ്കടപ്പെടാതെ നിരാശപ്പെടാതെ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ച് നിരന്തരം ആത്മകരുത്ത് പ്രാപിക്കുവാൻ
നീ കൈ തുറക്കും വരെ കാത്തിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. മത്സ്യങ്ങളെ കർത്താവ് പീഡിപ്പിക്കുന്നത് മെറിട്ടും യോഗ്യതയും അധ്വാനത്തിൻ്റെ യോഗ്യത. കർത്താവ് കരുതി കാത്തു വെച്ചത് അവിടുത്തെ കൃപ. രണ്ടും നിനക്ക് അവകാശമാക്കുകയാണ് ഉടമ്പടിയിലെ. നമ്മളിപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയെല്ലാം അതിമനോഹരമായി ഈശോ ആദ്യമേ നിർവഹിച്ച കാരണം നമ്മൾ സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ, ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വിഷമിപ്പിക്കുന്ന ഭാരങ്ങൾ എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ഞങ്ങളുടെ എല്ലാ ജീവിത വിഷയങ്ങളിലും പരിശുദ്ധ അമ്മ അതിവേഗം ഇടപെട്ടുകൊണ്ട് ഈശോയെ അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ